നരേന്ദ്രമോദി ആയിരുന്നു മൊയ്തേ എങ്ങനെ പ്രധാനമന്ത്രി എത്ര സ്കൂളിലൂടെ പോയിട്ടില്ല ചെങ്ങ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടല്ലോ കൊക്കക്കോള പെപ്സി മേത്ത. ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മുർഷീസ് മിറാക്കിൾ. അപ്പോൾ നമ്മളെ ഇന്നത്തെ എൻ്റെ മുടിൻ്റെ അപ്ഡേറ്റ്സ് പറഞ്ഞാലും ഇതാണ്. ഡെയിലി എല്ലാവരും പറയുന്നുണ്ട് മുടീൻ്റെ അപ്ഡേറ്റ്സ് തരണം. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഫസ്റ്റിൽ തന്നെ ഇൻട്രോയിൽ മുടീൻ്റെ അപ്ഡേറ്റ്സ് തരുന്നത്. അപ്പോൾ അതിൻ്റെ ഡോണർ ഏരിയയാണ്. ഓക്കെ, ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റിട്ടുള്ളൂ, കടയ്ക്ക് പോകണം. ഫുഡ് ഉണ്ടാക്കാൻ ഞാൻ എന്താ കസ്റ്റാർഡ് ഉണ്ടാക്കണം വിചാരിച്ചപ്പോൾ ഇവരൊക്കെ പറഞ്ഞു അത് ഓവർ ഷുഗറാണ്, അപ്പോൾ അത് വേണ്ട, സാധനം വേണ്ട, ഷുഗർ ഇല്ലാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കോന്ന് പറഞ്ഞു. കസ്റ്റാർഡ് ഉണ്ടാക്കാനായിരുന്നു വിചാരിച്ചിരുന്നു. ഇവരങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഉണ്ടാക്കിയത്. വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം നോക്കട്ടെ. ഇതിപ്പോൾ തോല് കാട്ടിച്ചാണ്. ഞാൻ പറഞ്ഞ റോഡ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇരപ്പാവുന്നു. അത് പറഞ്ഞ അതേമാതിരി തന്നെ. ഇനിയിപ്പോൾ മയം കൂടി പെരുതാണ്. എന്താണ് ഇപ്പം ഇങ്ങനെ കാട്ടിച്ചത് എനിക്കറിയില്ല, ഒരു അഡ്രസ്സും ഇല്ല. പിന്നെ ഇവിടെ ഈ പൈപ്പ് ലൈന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് റോഡ് ഇങ്ങനെ ഇരപ്പാക്കി വെച്ചത്, കുത്തിക്കെട്ടിച്ച്. ഒരു കഥ. നമ്മളവിടെ ഇവിടെയൊക്കെ കണക്കന്നെ, പക്ഷെ ഇവിടെ വേണം ക്ലിയർ ചെയ്യും തോന്നുന്നു. നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലൊരു പുതിയ റോഡാണ് ഉണ്ടാക്കും, പുതിയ റോഡിടും. പുതിയ റോഡ് ഇട്ട് കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ വരും പൈപ്പ് ലൈൻ്റെ ആൾക്കാർ പിറ്റേന്ന് തന്നെ വന്നുകൊണ്ട് നന്നായിട്ട് കുത്തിപ്പൊളിച്ചു. അതാണ് നമ്മളെ നാടിൻ്റെ അവസ്ഥ. എന്നിട്ട് അവിടെ ഇട്ടാണ് മലത്തിട്ടാണ് പോകും പോട്ടന്മാർ. വിൽക്കുന്ന ആദ്യം തന്നെ ക്ലിയർ ചെയ്തുകൊണ്ട് പോയിക്കൂടെ, എന്നാലേ ആദ്യം തന്നെ എന്നാണ്ട് പൈപ്പ് ലൈൻ ക്ലിയർ ചെയ്തുകൊണ്ട് പോവാം, എന്നിട്ട് ടാർ ചെയ്യാൻ പോവാം. ഒരു കഥ എനിക്ക് ഒരു ഇതില്ല, പ്ലാനിങ് ഇല്ല. അങ്ങനെ പൊട്ടന്മാരാണ്. ആദ്യം പൈപ്പ് ലൈൻ ക്ലിയർ ചെയ്തുകൊണ്ട് പിന്നെ ടാർ ചെയ്താൽ പോവാം. ഇത് ടാർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുട്ടി കാത്തു നിൽക്കും. എന്നിട്ട് ടാർ ചെയ്തുകൊണ്ട് പോയിക്കുന്നുണ്ടെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ ഇങ്ങനെ നല്ലോണം കുത്തിപ്പൊളിച്ചു ആ റോഡാണ് കേടെടുക്കും. തീരാതെ ബുദ്ധി അറിഞ്ഞ സാധനം ഇല്ലല്ലോ. പിന്നെ ഇങ്ങനെ ചള്ളിപ്പിള്ളി നായാട്ട് ടാർ ചെയ്യാനാണ് തോന്നുന്നത്. അപ്പുറത്തെ ആ സൈഡിലൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവർക്ക് ആർക്കോ ഇടുന്നോ എന്തോ ഒരു ഇൻഫർമേഷൻ കിട്ടിയിരിക്കണേ. ഞാൻ മുർഷിദ് പ്രാവശ്യം നാട്ടിൽ പോയി വരുമ്പോൾ ബൈക്ക് എടുത്തുകൊണ്ടാണ് വരുന്നതെന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടിയത്. അതാണ് തോന്നുന്നത്, അതിൻ്റെ ബേസിലാണ് തോന്നുന്നത് ഈ റോഡൊക്കെ ഒന്ന് നന്നാക്കുന്നത്. ഏതായാലും നല്ല കാര്യം, നമ്മൾ കണ്ടറിഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. നമ്മളെ സഞ്ജു സാംസൺ സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. 3ാമത്തെ സെഞ്ചുറിയാണ് അടിച്ചിട്ടുള്ളത്. നായി ബൈക്ക് വന്നാണ് പാത്തി. ഈ ബൈക്ക് നമുക്ക് മാത്രമേ പാത്തുള്ളൂ. ഇങ്ങനെ നായി പൂച്ചൊക്കെ എവിടെയെങ്കിലും വണ്ടിയൊക്കെ കാറൊക്കെ നിർത്തിയിരിക്കുകയാണെങ്കിൽ നമ്മൾ കേക്കി കൊണ്ടെടുക്കണേ. നിർത്തിയിട്ട് വണ്ടിമൊക്കെ നമ്മളെ വയറ്റിലാണല്ലോ വരുന്ന നായി. കൂടെ നടക്കാനല്ല ഇഷ്ടം, എൻ്റെ ഒപ്പം നടക്കാനാണ് ഇഷ്ടം. എങ്ങനെയാണ് ഡയലോഗ് ദുൽഖറിൻ്റെ? പക്ഷെ എൻ്റെ ഒപ്പം നടക്കാനാണ് ഇഷ്ടം, പിന്നാലെ നടക്കാനല്ല എനിക്ക്, ഒപ്പം നടക്കാനാണ് ഇഷ്ടം. എന്ന് പറഞ്ഞാൽ അറിയണം നായി നമ്മളെ വയറ്റിൽ വരുന്നത്. അല്ല ഈ നായ്ക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്. ആണ് പോയിക്കോട്ടെ, അതെ പോണവർക്ക് പോയിക്കോട്ടെ. പറഞ്ഞത് എന്താ വെച്ചാൽ കൃഷ നായി ഉള്ള ഈ നായ്ക്കൾ സർവ്വ വണ്ടി കാറ് ബൈക്ക് സ്കൂട്ടറൊക്കെ അതറിയാം. നിർത്തിയിട്ടാലേ അവിടെ ഒന്ന് കണ്ടെന്താവും കാലാണ്ട് പൊക്കിയിട്ട് ആ വണ്ടിമൊക്കെയാണ് മൂത്രവെച്ചാണ് ഈറ്റങ്ങളൊക്കെ. വേറെ അവിടെ അപ്പുറത്ത് കല്ലുണ്ടാവും മറ്റുണ്ടാവും, ഇവർക്ക് ഒന്നും മൂത്രവെച്ചാൽ വണ്ടി അവിടെ ഉണ്ടാവും, വണ്ടിമൊക്കെ ഒന്നും മൂത്രവെച്ചാണ്. എന്താണ് ഇതിൻ്റെ കുട്ടൻസിന്ന് ഒരു ഐഡിയ ഇല്ല. ഇനി ഐഡിയ പറ്റിങ്ങൾ അതാ അടുത്ത നായി ഇത് ഈ സാധനം പേടിപ്പിക്കുന്നോ എന്നിട്ട് നമ്മളെ കടന്ന മുന്നത്തെ നായിനെ ഇവിടെ എൻ്റെ അടുത്ത് വീഡിയോ ഉണ്ട്, പൈപ്പിച്ചുന്നുണ്ട്. ആ വീഡിയോ ഉണ്ട് അവിടെ. ഞാൻ വെറുതെ ഇങ്ങനെ നടന്നു, എനിക്ക് സെൻഡ് ചെയ്യാം, പാട് ചെയ്യാം. ഫ്ലാഷ് അടിച്ചിട്ടാണ് കുട്ടൻ ഇട്ടുകൊടുത്താണ്. എനിക്ക് മുട്ടുണ്ടോളൂ. ഇർഷാനായിട്ട് നായി ആണെങ്കിൽ അതാണ് സംഭവം. എന്നിട്ട് ആ നായി ഇർഷാൻ്റെ അടുത്ത് നിന്നാണ്ട് ഇർഷാന് കാവലാണ്. ഇർഷാൻ്റെ മൂട്ടിൽ നിന്നേ മറ്റേ നായ്ക്കിൽ ഇർഷാനെ പേടിപ്പിച്ചപ്പോൾ ഈ നായി ഞാൻ കുറച്ചാണ് മറ്റീറ്റങ്ങളെ പായിപ്പിച്ചത്. വേറെ നായിക്കാണ് പേടിപ്പിച്ച നായോ? അല്ല ഇത് മനുഷ്യന്മാരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അടികളൊക്കെ കാണാന് മൂക്കുമ്പോ പുള്ളിയോ
ചുരുളമുടി സ്ട്രൈറ്റ് മുടി മറ്റു മറിച്ചൊക്കെ പറയാണ്ട് ഇല്ല മുടി പറയുമ്പോ ഒക്കെ പറയണ്ടോ ആ കഷണ്ടി പറഞ്ഞ കഷണ്ടി ഒക്കെ ഉള്ളവരുണ്ടാവും അപ്പോൾ എന്താവും എനിക്ക് സമാധാനമായില്ല പറഞ്ഞല്ലോ സമാധാനമായി. അപ്പോൾ എന്തുണ്ടാവും എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കുക, ഇത് ഈ നായ്ക്കളെ മനസ്സിലാവില്ല, കാക്കച്ചീനി നായിനെയും ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ പറഞ്ഞത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഈ നായി വണ്ടി കാണുമ്പം കാല് പൊക്കിയാണ്ട് മൂത്രമൊഴിക്കാനുള്ള കാരണം എന്താണ് അറിയുന്നവർ കമൻറ്റ് ചെയ്യും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താ വെച്ചാൽ ഏതോ ഒരു നായിൻ്റെ മേത്തു കൂടെ ഏതൊരു വണ്ടി ഈ നായ്ക്കളെ വല്യപ്പാൻ്റെ മേത്തു കൂടെ ഏതോ വല്യപ്പായിട്ടുള്ള മുത്തച്ഛൻ കിളവൻ നായിൻ്റെ മേത്തു കൂടെ ഏതോ വണ്ടി ഇടിച്ചിട്ട് കണ്ട് പോയിട്ട് അതിൻ്റെ പ്രതിഷേധം തീർക്കാണോ എന്നൊരു ഡൗട്ട് അല്ലേ? പിന്നെ തള്ളനല്ലേ പറഞ്ഞു ഏതൊരു നായിൻ്റെ വല്യപ്പ മൂത്തച്ഛനെ അല്ലേ ഏതോ ആരോ വണ്ടി ഇട്ടിയാണ് മരിച്ചിട്ടുണ്ടാവും. കാടൻ പൂച്ചകളൊക്കെ അങ്ങനെ തന്നെയാണ്. അതിനെ പറഞ്ഞേ പെണ്ണുപൂച്ച അങ്ങനെ കട്ടൊന്നും ചെയ്യില്ല. അപ്പോൾ ഇച്ചിങ്ങനെ ഇത് പരമ്പരാഗതമായിട്ട് ചെയ്തു വരുന്ന രീതിയാണ്. നമ്മൾ പൊട്ടത്തരം പറയണടാ. അപ്പോൾ സീരിയസ് ആയിട്ട് വർത്താനം പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കൂല. ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ്. പിന്നെ കുറച്ച് പൊട്ടത്തരമൊക്കെ കാച്ചുമ്പോഴാണ് എന്തുണ്ടാലേ ഒരു പൊട്ടാങ്കളി കളിക്കണതാണ് ക്യാമറയുടെ മുമ്പിൽ നിന്നാണ്. അപ്പോൾ അപ്പോഴാണ് എന്തുണ്ടാവുള്ളൂ. അതാണ്, അല്ലാതെ ഞങ്ങൾക്ക് വിവരം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. ഞങ്ങൾ പൊട്ടത്തരം ഉണ്ടാക്കിക്കാണ്ട് പറയണതാണ്. അപ്പോൾ എന്താ വെച്ചാൽ അപ്പോഴാണ് എന്തുണ്ടാവുള്ളൂ ആളുകൾക്ക് അല്ല അപ്പോഴാണ് രസമുണ്ടല്ലോ. മറ്റേ അപ്പോൾ സീരിയസ് ആയിട്ട് വർത്താനം പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിലും അതിനൊരു ഗുമ്മില്ലല്ലോ. അവിടെ ടാർ ചെയ്തിരിക്കണം. ഞാൻ ബൈക്ക് എടുത്ത് വരുന്നേ ഇവർ മനസ്സിലാക്കണം. ഞാൻ നാട്ടിൽ പോയിക്കൊണ്ട് വരുമ്പോൾ ബൈക്ക് എടുത്താണ് വരുന്നത്. അപ്പം ഇവിടെയുള്ള നാട്ടുകാർക്ക് ഇവിടെയുള്ള ഈ സമാജം ഉണ്ടല്ലോ എന്തിനു പറയാ ഈ അയൽപ്പക്കത്തിന് എന്താ പറയുക സമാജം എന്താ പറയുക ഇപ്പോൾ ഈ കൂട്ടുണ്ടല്ലോ ഇപ്പോഴത്തെ കൂട്ടായ്മ ഈ അയൽക്കൂട്ടത്തിന് മനസ്സിലാക്കണം. മുർഷിദ് നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് ബൈക്ക് എടുത്താണ് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഈ റോഡും ഇതൊക്കെ വളരെ മോശമാണ്. അപ്പോൾ ഇങ്ങനെ ഇട്ടും ശരിയാവില്ല. എന്തേലൊക്കെ ഒന്ന് ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്യണേ അപ്പം വെച്ചുകാണ്ട് റോഡിൽ മണ്ണിറക്കി നന്നാക്കി കോൺക്രീറ്റ് വരെ ഇട്ട് നാളത്തെ വീഡിയോ കോൺക്രീറ്റൊക്കെ കഴിഞ്ഞ് എന്നിട്ട് ഇന്നിങ്ങനെ നോക്കിയാണ്ട് ഇങ്ങനെ എന്തോ ഒരു സ്വാഗതം എന്നറിയോ. ഞാൻ ബൈക്ക് കേരളത്തിൽ നിന്ന് വരുന്നു ഒരേ ഒരു റീസൺ കൊണ്ട്. ഓ വേറെ ലെവൽ നാട്ടുകാരെ സമ്മതിച്ചില്ല. ബൈക്കിൻ്റെ ഇത് പറഞ്ഞാൽ ഏത് സർപ്രൈസ് മാറ്റണോ? GT ചിലപ്പോൾ എടുക്കുള്ളൂ. ഇതാ ചെറിയ നായി ക്യൂട്ട് നായി അത്ര വലുതാവുള്ളൂ. അതിൻ്റെ വേറെ അല്പം വരില്ല. ഇപ്പം ഈ വരെയുണ്ട് പൂട്ട സാധനം പൂച്ചക്കുട്ടിൻ്റെ അത്ര അല്പുള്ളൂ അല്ലേ നായി. അപ്പോൾ കാണിച്ചിട്ട് റോഡ് ടാർ ചെയ്തേ ടാറല്ല കോൺക്രീറ്റ്. ഇതാ ഞാൻ പറഞ്ഞേ ഞാൻ ബൈക്ക് എടുത്ത് തരുന്നേ ഇവർക്ക് മനസ്സിലായിരുന്നു. ഇവലെങ്ങനെയോ അറിഞ്ഞു ഇവിടെ പൂടുണ്ട് അതിമ കൂടെ ഞാൻ നടന്നു. ഇല്ല ഇത് സീനില്ല അതിമ കൂടെ പണിക്കാരൻ നടക്കല്. ഉണ്ടാവും ബൈക്കായിട്ട് കാര്യമൊക്കെ പോയിനാ. അപ്പോൾ ഇനിയിപ്പോഴാണ് ഇതൊക്കെ കല്ലുമുട്ടിയാ കോൺക്രീറ്റ്. ആടാ എൻ്റെ ബൈക്ക് പോകാനല്ല എന്ത് കോൺക്രീറ്റാ ഇത് ഇങ്ങനൊരു കോൺക്രീറ്റ് നമ്മളെ നാട്ടിൽ കോൺക്രീറ്റും ഇവിടുത്തെ മാറ്റണം. കോൺക്രീറ്റിന് ഇങ്ങനത്തെ മുട്ടിക്കല്ലടല്ലേ ഇവലെടുത്തുള്ളതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന തട്ടിക്കൂട്ട് പരിപാടി അല്ലാത്ത ഇവരൊക്കെ ആറുടലൊക്കെ ഒരു ദിവസം കൊണ്ടായില്ലേ. ഞാൻ പറഞ്ഞല്ലോ ഇതിൽ നമ്മളെ നാട്ടിലെങ്ങനെ അറിയാം മറ്റല് 2 മാസം മുന്നേ കൊണ്ടുവന്നിടും ഇഞ്ചിൻ 1 മാസം മുന്നേ കൊണ്ടുവന്നിടും പുല്ലൊക്കെ ഓടിച്ചു. മെറ്റൽ 1 മാസം മുമ്പ് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിനല്ലല്ലോ റോഡ് റൂളർ നമ്മൾ ഇഞ്ചിനാണ് നമ്മൾ ഇഞ്ചിന് അതൊരു മാസം മുമ്പും കൊടുന്നിട്ടല്ലേ. അങ്ങനെ കൊണ്ടുവന്നിട്ടാണ്ടല്ലോ അസീനാട്ടി ഇഞ്ചി മുക്ക് അങ്ങനെ ആയതാണ് ഇഞ്ചി മുക്ക് പേര്. അവിടെ എപ്പോഴും ഉണ്ടാ ഇഞ്ചിന് ഗൂഗിളിൽ വരെ ഉണ്ട് പോയി മാപ്പിൽ ഏത് ഇഞ്ചി മുക്ക് കുറ്റൂർ സ്കൂളിൻ്റെ അവിടെ മക്കടമ്പുറം പോണോ. ശരി. പിന്നെ നമ്മുടെ നാട്ടിലത്തെ പ്രശ്നം പറഞ്ഞാൽ ടാറ് ചെയ്യും പുതിയ ടാറ് ചെയ്തുകൊണ്ട് പിന്നെ പൈപ്പ് ലൈൻ്റെ ആൾക്കാർക്ക് ടാറൊക്കെ ചെയ്ത് മറ്റേ പൊടിയൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ സെറ്റാക്കും സബ്രൈസർ ചെയ്യും. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ കുടിവെള്ളത്തിൻ്റെ ആൾക്കാർ വാട്ടർ എന്താണ് വാട്ടർ ലൈൻ്റെ ആൾക്കാരെന്നുണ്ട് പഞ്ചായത്തിൽ നിന്നാണ് ഒരു ബിക്കാസും ബിക്കാസും മറ്റേ കുറ്റിയും പലകൊക്കെ എടുത്തുകൊണ്ട് വരും. നല്ലൊരു റോഡ് പൊളിച്ച് തന്നാൽ നടുകൂടെ കയറും അവിടെ അതേമാതിരി ഇടും ഒന്നും ആക്കില്ല പൊളിച്ചാണ്ടിടും. എന്നിട്ട് പിന്നെ പോകേണ്ടത് മുഴുവൻ കിട റോഡും കേടെടുത്തും സൈഡിലും മാന്തും. എന്നാൽ പിന്നെ ഈ കുതിരാക്ക് എന്നാലും നേരത്തെ വന്നുകൊണ്ട് ചെയ്തുകൂടെ ഒരു പ്ലാനിങ് ഇല്ലല്ലേ. ആരെച്ചെങ്കിലൊക്കെ പിടിച്ചിക്കാണ്ട് തലപ്പത്താക്കിയെന്നാവും.
ആ നല്ലൊരു റോഡ്. അത് നാട്ടുകാരെ ഇടപെട്ട് കണ്ട് പൊളിച്ച് പായിപ്പിച്ചണം. വെള്ളമാണെങ്കിൽ ഒന്നുകിൽ നേരത്തെ വന്നുകൊണ്ട് ആദ്യം വന്നുകൊണ്ട് പൈപ്പ് ആദ്യം റോഡ് നന്നാക്കുന്നുണ്ട്. അതൊക്കെ ഒരു പ്ലാനിങ് വേണ്ടേ? എന്ത് ഈ സംഗതി ചെയ്യുമ്പോൾ വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ് വേണം. പ്ലാനിങ് ഇല്ലാത്തതിൻ്റെ അഭാവമാണ് ഈ കാണുന്നത്. ഒരു റോഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിക്കാൻ ഈ സംഭവം ഉണ്ട്. മാതി കൊടുക്കുന്ന ഉൾക്കരണല്ലേ ഈ റോഡ് ഇവർ ഒറ്റയ്ക്ക് എന്നുള്ള തീരുമാനം ആക്കണമല്ലോ. പഞ്ചായത്ത് പേജ് കൊടുത്തിട്ടും മറ്റൊക്കെയല്ല. അപ്പോൾ എന്ത് ചെയ്യണോ ഇവിടെ എന്നിട്ട് പറയും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം പ്ലാനിങ് വേണം. ആദ്യം വന്നുകൊണ്ട് ഈ മൊയ്ന്താളം എന്നിട്ട് എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞത് വെച്ചാൽ ആദ്യം ഈ മൊയ്ന്താളം വന്നുകൊണ്ട് റോഡ് ക്ലിയർ ചെയ്യണം. റോഡല്ല, കുത്തി പൊളിച്ചാണെങ്കിൽ കുത്തി പൊളിച്ചതിന് ശേഷം എന്ത് ചെയ്യാം? റോഡ് ടാർ ചെയ്യാം. അപ്പോൾ എന്താണ് മനുഷ്യന്മാർക്ക് സുഖമാണ്. ആരും വീടായി പറയില്ല. മനസ്സിലായോ? അപ്പോഴാണ് അതാണ് വ്യക്തമായ പ്ലാനിങ്. കൺഗ്രാജുലേഷൻ സഞ്ജു സാംസൺ ഫോർ യുവർ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്. പിന്നെന്താ വെച്ചാൽ അടിപൊളി വേറെ ലെവൽ. ചെക്കപ്പോൾ കൺസിസ്റ്റൻസ് ആയിട്ട് പൊള്ളി ലെവലിൽ കളിയാണ്. അതിൻ്റെ കണ്ടിന്യൂ ചെയ്ത് പോട്ടെ. നല്ല എല്ലാവിധ ഭാവങ്ങളും തരുന്നു. ഇതിൻ്റെ മുത്താണ് സഞ്ജു. ഇർഷാൻ്റെ മാലൻ്റെ ഇർഷാദ് ഹാജിയുടെ മാലൻ്റെ കളക്ഷൻസാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇനിയുണ്ടാ തീർന്നില്ലത്. കളറൊന്നും വിഷയമില്ല, തൂക്കി കൂടെ ഉണ്ട്. എല്ലാ ലോക്കറ്റ് ഇർഷാദിൻ്റെ മാലൻ്റെ കളക്ഷൻസാണ് ഈ കാണുന്നത്. ഇത് ഒരു ലോക്കറ്റ്, ഇത് വേറൊന്ന്, ഇത് വേറെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊന്ന്, ഇത് വേറെ ഫുൾ സിൽവറിലൊന്ന്, ഇത് അതിൻ്റെ ചെറിയതൊന്ന്. ഇതാണ് ഓൻ്റെ ആദ്യം വേണ്ടി പറഞ്ഞു. ഇതാരും കൊടുത്തതാണ്. പിന്നെ ഇവിടെ അതിങ്ങനെ ഒന്ന്, പിന്നെ വേറൊന്നും ഇതിങ്ങനെ ഇവിടെ ഇതിവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക്. ഇതും ഓൻ്റെ കളക്ഷൻ കുറേ ഉണ്ട് ഇവിടെ. പിന്നെ ഒന്നുകൂടി ഉണ്ടല്ലോ ഇർഷാദേ, ഒന്നുകൂടി ഉണ്ട് അവിടെ. ഞാൻ മറ്റേ ലവ് അവന് കാണിച്ചെടുക്കേണ്ട മോശമാണ്. പിന്നെ ഇർഷാദിൻ്റെ വേറൊരു കളക്ഷൻസാണ് ഈ കാണേണ്ടത്. ഇജല്ലേ പറഞ്ഞു കാരണം ഫുഡ് എന്ന് പറഞ്ഞാൽ വെറൈറ്റി ആക്കാനാണ് വിചാരിച്ചത്. പക്ഷേ ഇർഷാദ് പറഞ്ഞു ഇർഷാദ് പറഞ്ഞു ഓന്ന് ഭയങ്കര വളരെ മോശമാണ് അവൻ്റെ സ്ഥിതി. അപ്പോൾ സുഖമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ ചപ്പാത്തി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാണ്ട് ഞങ്ങളെ ഇന്നത്തെ കലാപരിപാടികൾ ആരംഭിക്കുകയാണ്. മനുഷ്യന്മാരല്ലേ ഇതിങ്ങനോട് ഏറ്റെടുക്കാൻ ഞാൻ അൽക്കോയത്. ആ അൽക്കോയത് ആദ്യം അങ്ങനെയാണ്. ഇതിന് എവിടെയൊക്കെ പോകുമ്പോഴേക്കാണ് അൽക്കോയത് ഏറ്റെടുത്തിരിക്കുന്നു. ഉത്തരവാദിത്വം പൂർണ്ണ ഉത്തരവാദിത്വം അൽക്കോയത് ഏറ്റെടുത്തിരിക്കുന്നു പറഞ്ഞാൽ ഞാൻ ഏറ്റെടുക്കാനത്. ഇർഷാദിൻ്റെ മാല കളക്ഷൻസാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതൊക്കെ ഭയങ്കര ക്രൈസാണെന്നൊക്കെയാണ് പറയുന്നത് മാലനോട്. ലേഡീസിന് വരെ ഉണ്ടാവില്ല അങ്ങനത്തെ കളക്ഷൻസ്. ഫാൻസി ചെന്ന മാതിരിയാണ്. ഇന്ന് ഞങ്ങൾ സഞ്ജു സാംസണ് സെഞ്ചുറി അടിച്ചു മക്കളെ. കൺഗ്രാജുലേഷൻ സഞ്ജു സാംസൺ ഫോർ യുവർ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്. അടിപൊളി വേറെ ലെവൽ. ചെക്കപ്പോൾ കൺസിസ്റ്റൻസ് ആയിട്ട് പൊള്ളി ലെവലിൽ കളിയാണ്. അതിൻ്റെ കണ്ടിന്യൂ ചെയ്ത് പോട്ടെ. നല്ല എല്ലാവിധ ഭാവങ്ങളും തരുന്നു. ഇർഷാദ് ഹാജിയുടെ മാലൻ്റെ കളക്ഷൻസാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇനിയുണ്ടാ തീർന്നില്ലത്. ഇത് ഒരു ലോക്കറ്റ്, ഇത് വേറൊന്ന്, ഇത് വേറെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊന്ന്, ഇത് വേറെ ഫുൾ സിൽവറിലൊന്ന്, ഇത് അതിൻ്റെ ചെറിയതൊന്ന്. ഇതാണ് ഓൻ്റെ ആദ്യം വേണ്ടി പറഞ്ഞു. ഇതാരും കൊടുത്തതാണ്. ഇതും ഓൻ്റെ കളക്ഷൻ കുറേ ഉണ്ട് ഇവിടെ. പിന്നെ ഇത് ഞങ്ങൾ ചപ്പാത്തിൻ്റെ ബാഗാണ്. ചപ്പാത്തി ഫുഡൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇർഷാൻ്റെ ബാഗാണ്. അപ്പോൾ ചപ്പാത്തി ആയിട്ട് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ വിഭവം ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ. ചപ്പാത്തിയും മറ്റേ കോഴിമുട്ടിയും എടുത്തിട്ട് മറ്റേത് നമ്മൾ മുട്ട പൊറോട്ട ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞ മാതിരി മുട്ട ചപ്പാത്തി ഉണ്ടാക്കാനുള്ള പ്ലാനിങ്ങിന്. പക്ഷേ കോഴിമുട്ടയോടും കിട്ടിയില്ല. അതെന്ത് ചെയ്തു? അതാണ് ഇവിടുത്തെ കോഴികൾ മുടല്ല ഇർഷാദ്. അതാണ്. അപ്പോൾ ഇർഷാദ് പറഞ്ഞ മാതിരി ഇവിടുത്തെ കോഴികൾക്കൊന്നും മുടല്ല. അപ്പോൾ എന്താ വെച്ചാൽ ജസ്റ്റ് ഒരു ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കിടന്നു പറഞ്ഞിട്ടെ കളക്ഷൻ. ഒരു കാട്രായി സാധനം ഇർഷാദിൻ്റെ അടുത്ത് ഇല്ലാത്ത മന്ത്രില്ല. അതൊക്കെ അവൻ്റെ അടുത്തുള്ള കളക്ഷൻസാണ്. ആവേശത്തെ ഫാദുഫാസിൻ്റെ അടുത്തുകൂടി ഉണ്ടാവില്ല എത്രത്തോരം മാല കൗത്തിൽ. അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് വരാം. ഓക്കെ. കൈക്കൊരു മിൽക്കി ബാർ ഉണ്ട്. ഇർഷാദ് കണ്ടിട്ടില്ല. ഇർഷാദ് കാണാം. ഇർഷാദ് അപ്പുറത്ത് റൂമൊക്കെ ഇപ്പോൾ മെല്ലെ എടുത്ത് തിന്നാൻ നോക്കിയാൽ മറ്റൊന്നും കൊടുക്കണ്ടേ. എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. കൊടുത്തിട്ട് വേറെ ആൾക്ക് കൊടുത്തിട്ടുള്ളൊരു കളിയില്ല. ഇർഷാദ് വരുമ്പോൾ തന്നെ തിന്നട്ടെ. മറ്റേ ഇവിടെ അടി ഉണ്ടാവും. ഓക്കെ സെറ്റ്. ഇവിടെ
പൊട്ടി എനിക്കൊന്നും ഇവര് പൊടിയിടാൻ തുടങ്ങും. നമ്മളൊക്കെ പെരയിലുണ്ടാകുമ്പോൾ ഇതിൻ്റെ ഇടയിൽ പൊടി കൊടുക്കില്ല ഒട്ടാക്കാനും ഉണ്ടാക്കിയിട്ടില്ല ഇടില്ല. ആ ഒരു ബബിൾ മാറി ഇങ്ങനെ ഒന്നും അവിടെ ഇതാകുന്നില്ല, ബാക്കിയുള്ളതൊന്നും ഇതാകുന്നില്ല. ബബിളാണ് കുത്തി പൊട്ടിച്ചു റെഡിയാക്കി. എന്തായാലും ഇപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കിയ ചപ്പാത്തിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇങ്ങനെ തന്നെയല്ലേ, ഇങ്ങനെ തന്നെയാണോ? ചെറുതായിട്ട് ഇങ്ങനെ ഒരു കരിച്ചിലും പോയച്ചിലൊക്കെ വന്നു അപ്പം എടുത്തു. ഇതിന് തിന്നോ ഓ പറഞ്ഞു എനിക്ക് കരിഞ്ഞ് വേണ്ടായിരുന്നു. ആ പെട്ട് കരിഞ്ഞു ജി അപ്പം കരിഞ്ഞി. ഞാൻ അതിനെക്കുറിച്ച് കുറേ അപവാദങ്ങളൊക്കെ പറഞ്ഞെടുത്ത് പാണി കണ്ടിരുന്നു വിചാരിച്ചു, ചപ്പാത്തി കണ്ടിരുന്നു വിചാരിച്ചു കണ്ട് മെല്ലെ ബാത്റൂമൊക്കെ വരാൻ കുളിച്ചാൻ പോയിക്കണേ പറഞ്ഞിട്ട് കുളിച്ചാണ്ട് വരാറുണ്ട് മുങ്ങിയതാന്നൊക്കെ പറഞ്ഞു. സോറിടാ ചായ ഉണ്ടാക്കണോ? ചായ ഉണ്ടല്ലേ? ഇന്നിപ്പോൾ ഇങ്ങനെ പോവാം. അസീബ് എന്നിട്ട് ഉണ്ടാക്കും. ഞങ്ങളെ ചങ്ക അസീബ് ഇത് മറ്റേത് മാറിണ്ട് ഇതിൻ്റെ ആ ഇതുണ്ടല്ലോ ചന്ദ്രയാൻ തരുന്ന വണ്ടി ഉണ്ടല്ലോ അതിൻ്റെ പേര് പേടകം മാറി. നമ്മളെ ചങ്ക അസീബ് ഇല്ല. അസീബ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വെറൈറ്റീസ് ഒക്കെ ചിന്തിക്കാം. കോമഡി എന്താ വെച്ചാല് എനിക്ക് ഫിസിക്സിൽ വലിയ അറിവൊന്നുമില്ല. പക്ഷെ ബയോളജിയിൽ എനിക്ക് ഭയങ്കര അറിവാണ്. 10ാം ക്ലാസ്സിൽ എന്നിട്ട് പരീക്ഷ എഴുതുന്ന സമയത്ത് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ബയോളജിയിൽ DO D+ഓ ഏതാ തോൽക്കണേ ഏറ്റവും ജയിച്ചണേ ജസ്റ്റ് പാസ്. ബയോളജിയിൽ ജസ്റ്റ് പാസ്സാണ്. DO D+ഓ D+ തോൽക്കേ അതാണ്. അപ്പൊ അങ്ങനെയാണ്. പക്ഷെ ഞാൻ നേരെ എനിക്ക് റിസൾട്ട് ഞാൻ ഫിസിക്സിൽ തോറ്റെന്ന് വിചാരിച്ച ആളാണ്. ഫിസിക്സിൽ ജയിച്ചിരിക്കണം. ഞാൻ ആകെ മാപ്പിട്ട് നോക്കി. അതേമാതിരി കണക്ക് എനിക്ക് ഭയങ്കര ദേശമുള്ള വിഷയമാണ് കണക്ക്. ഒരു തേങ്ങ എനിക്കറിയില്ല. കണക്കിൽ ഇക്വേഷൻസ് ഒക്കെ വരും. മറ്റെന്താണ് ഹരിക്കണം മറ്റെന്താണ് വേറെ പോകണ്ടല്ലോ. S2 മറ്റേ അന്നേ ഞാൻ പറയും സ്കൂളിൽ പോകണം അത് പഠിച്ചാൽ കണക്കൊക്കെ പഠിച്ചു. നല്ല ബസ്സിന്റെ പേരൊക്കെ പോയൊക്കെ വായിച്ചാൽ ബസ്സുമേൽ അങ്ങനെയാണല്ലോ. സ്കൂളിൽ ബസ്സുമേൽ ഇങ്ങനെ ഇല്ല നീ പഠിച്ച് കുറെ നരേന്ദ്രമോദി ആക്കണം എന്തേ എങ്ങനെ പ്രധാനമന്ത്രി ആക്കണം. എത്ര സ്കൂളിലൂടെ പോയിട്ടില്ല ചെങ്ങായി. ഇത് ചൊറിഞ്ഞാടാനും വരാനുള്ള ഉള്ള മാതിരി പച്ചളം പോലെ നമ്മൾ പറയാമല്ലോ. സ്കൂളിൽ പോകാൻ ഒരു തേങ്ങേൻ്റെ വികാരമല്ലോ അവൻ പൊട്ടത്തരങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയും. വാ ചെങ്ങാണ് എന്തിന്റെ പ്രധാനമന്ത്രി. പിന്നെത്താ പഠിച്ചിട്ട് കാര്യമില്ല. മലയാളം അക്ഷരമാല ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് റീഡ് ചെയ്യാനും അതിനുള്ള അറിവ് മാത്രം മതി. കൂടുതലായിട്ട് പഠിച്ചിട്ട് ഒരു കാര്യം പഠിച്ച് ആ ഒരു അറിവ് മാത്രം മതി. ഇത് നമ്മൾ കുറെ മെനക്കെട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്കൂളിൽ പോയ കുറെ ഇക്വേഷൻസ് മറ്റേത് മനസ്സിലാക്കി ഉണ്ടാവും. എന്തൊന്നും മനസ്സിലാവില്ല. മാഷ് ഇങ്ങനെ ക്ലാസ് എടുത്ത് പോകണേ നമുക്കൊരു തേങ്ങ അറിയില്ല. പിറ്റേന്ന് വേറെ ആരൊക്കെ നോട്ട് നോക്കിയാണ് കോപ്പി ചെയ്തരാം. എക്സ് ഈ ഇവിടുന്ന് ഇതാക്കിയ എക്സ് ഇതിനോട് കൂടെ ചേർന്നാൽ മറ്റേത് എത്താതൊക്കെ ഞങ്ങൾ കണക്കിന്റെ സേർ ഇത് കാണണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങളെ കുറ്റം പറയില്ല നമ്മൾ ഇല്ല വരണം. ഒരു ബന്ധുവില്ല വെറുതെ പഠിച്ചാണ്. അതായത് പിന്നെ ഇതൊക്കെ പഠിച്ചാൽ ഓക്കെ ഏത് സയൻസ് ഇതൊക്കെ ഡോക്ടറേറ്റിന്റെ ഒക്കെ അതൊക്കെ ഓക്കെ. അല്ലാതെ നമ്മൾ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പഠിപ്പുണ്ടല്ലോ ഒരു മൊയിന്റെ പഠിപ്പാണ്. നമുക്ക് ജസ്റ്റ് അക്ഷരമാല പഠിച്ചാൽ മതി. ഇംഗ്ലീഷ് ആയാലും മറ്റേതാണ്. സീരിയസ് ആയിട്ട് പറഞ്ഞാണ് ഞാൻ പൊട്ടത്തന്നെ പറഞ്ഞു. ജസ്റ്റ് പേരിനൊരു എഡ്യൂക്കേഷൻ അത് അത്രേ ഉള്ളൂ. അതുകൊണ്ട് വലിയ കാര്യമില്ലടാ. അത് നല്ലൊരു കാര്യം. നമ്മളെ സ്കൂളിൽ ഇതിലൊന്നും ലേഡീസ് പഠിച്ചു കെട്ടിച്ച് വിടാനുള്ളതല്ലേ. നല്ല മാർക്കുള്ളൂ. പൊലമ്പടുപ്പ് പഠിച്ച് നമ്മളെ പേരന്റുള്ള കുത്തിറക്കല്ലേ. പിന്നെ പെങ്ങൾക്ക് എത്ര നേരം എൻ്റെ പെങ്ങൾ ഞാൻ നോട്ട് പുസ്തകം ടെക്സ്റ്റ് ബുക്ക് എന്നാണ് ഓളെ വിളിച്ചത്. എൻ്റെ പെങ്ങൾ പൊലമ്പെടുപ്പാണ്. ഓള് 24 മണിക്കൂറുള്ളിൽ 1 മണിക്കൂർ മാത്രം 1 മണിക്കൂർ അരമണിക്കൂർ മാത്രം മാറ്റി വെക്കലുള്ളൂ. എന്തേലും ഫുഡ് കഴിക്കാനുള്ള മാത്രം അല്ലാതെ ബാക്കി ഫുൾ ടൈം എൻ്റെ വാപ്പാണ് ഇരുത്തി പഠിപ്പിച്ചോളൂ. കെട്ടിച്ചാണ് കുടുംബമായി കാര്യമായി പിന്നെ ചിലപ്പോ ഇത്ര നേരം ബാല്യം ദമ്മാക്കിയാണ് പഠിപ്പിച്ചത്. അത് അവർക്ക് എന്നാലും അവര് പെണ്ണിട്ടുമ്പോ എന്താ വെച്ചാല് ഇപ്പൊ കല്യാണം ആലോചിക്കുന്ന സമയത്ത് എന്താ പെണ്ണിന് എന്താ പറയാ ചെക്കൻ 10ാം ക്ലാസ് വരെ വിട്ടുള്ളൂ. ആ പോരാ
പിന്നെന്താ പറയല്ലേ പിന്നെന്തൊക്കെയാണ് കല്യാണം ഡിഗ്രി ഇല്ലാത്ത ചെക്കന്മാരെ ഞങ്ങൾക്ക് മാണ്ടേ വേണ്ട ഡിഗ്രി എന്നിട്ട് ഞങ്ങൾ സോലിന് അത് കാണണ്ട വീഡിയോ സോലി ചെക്കന് പെണ്ണ് ലക്ഷങ്ങൾ പോകാൻ മാറി കൂട്ടിക്കണേ നമ്മളിപ്പോ അത് വേറെ ഈ പഠിച്ചിക്കാണ്ട് വലിയ വലിയ ഡിഗ്രിയും അതും മറ്റും മാർക്കും വലിയ ഗ്രേഡൊക്കെ എടുത്ത് ഗ്രാജുവേറ്റ് ഒക്കെ എടുത്ത ആൾക്കാരുണ്ടല്ലോ ഓല് ഒന്നെങ്കിലും പോകും ടീച്ചർ ആയിക്കണ്ടല്ലേ മാഷായിക്കണ്ട് അല്ലാതെ ഒരു മാസം കിട്ടുന്ന ഓൽക്കൊരു മാസം കിട്ടുന്ന സാലറിന്റെ ഡബിൾ സാധാരണ 10ാം ക്ലാസ്സിൽ തോറ്റ് ബാക്ക് ബെഞ്ചർ ആയിട്ടുള്ള ഒരു ചെങ്ങായി ബാക്ക് ബെഞ്ചർ ആയിട്ടുള്ള ഒരുത്തിനെ നേടിയെടുക്കാൻ പറ്റും ഒരു മാസം കൊണ്ട് ഓല് ഉണ്ടാക്കിയ ഡബിളിന്റെ സോലി ലക്ഷങ്ങളാണ് പെണ്ണ അവർക്ക് ഗ്രാജുവേഷൻ ഇല്ലാന്ന് ഇവൽക്കാരുണ്ട് അവന്റെ ലക്ഷങ്ങളാണ് ഉള്ളത് കയറി മറന്നത് ചേർക്ക് അറിയില്ല ഓൾക്ക് ഗ്രാജുവേഷനെ വേണ്ടി ചങ്ങായി ഇവ വാങ്ങുന്നത് ബാക്ക് ബെഞ്ചർ ആണെന്നുണ്ടെങ്കിൽ സംഗതി ഇവര് പഠിപ്പ് നോക്കിയാണ് ഇവര് വലിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും മറ്റും നോക്കി നടന്നോളൂ ഇവിടെ ഇവരൊക്കെ വലിയ വലിയ കോടീശ്വരന്മാരാണ് നോക്കി നടക്കണവർക്ക് എന്താ ഇതും പറഞ്ഞു നിൽക്കണവർക്ക് എന്താ അതും പറഞ്ഞിട്ട് സാറികളുണ്ട് ഒരു ഡയലോഗ് അടിച്ചിട്ട് സാലിജി പഠിക്കും തോറും ചെള്ളയിക്കാണ്ട് വരികയാണോ ചോദിച്ചത് അത് കേട്ടിട്ട് ഞാൻ അവിടെ നിന്നാണ് പോലെ ഞാൻ അവനെ എത്തേന് പൊലഞ്ചിരി അപ്പൊ എന്നോട് മുർഷിദ് പറഞ്ഞു കൊടുക്കായിരുന്നു ഞാനും അതേമാതിരി നീച്ചിന്നാണ് ഇങ്ങനെ മാസമാക്കി ആ കേട്ടിട്ട് ചെവി ഇങ്ങനെ കുറിച്ച് മൊബൈലിന്റെ ചെവി സോയിക്ക് ഇപ്പൊ ഒമാനിലെ ബിസിനസ് ആയി അതായി ഇതായി ഓൻ പെണ്ണാണോ പോയപ്പോ അവനോട് എന്താ പറഞ്ഞിട്ട് പ്ലസ് ടു വരെ പോയിട്ടുള്ളൂ അത് പോരല്ലോ എനിക്ക് ഡിഗ്രി വേണം നമ്മുടെ നാട്ടിലൊക്കെ ഡിഗ്രി ഗ്രാജുവേറ്റ് ഒക്കെ ആയ ആൾക്കാർ നമ്മളോട് തേരാപാരം എടുക്കുന്നുണ്ട് അല്ലേ ഓൾക്ക് ഒരു വിചാരിച്ച ജോലി കിട്ടാതെ തേരാപാരം എടുക്കുന്ന ആൾക്കാരുണ്ട് നേരെ കുറച്ച് കല്ലുമണിയില്ല ഈ പണി ഇതൊക്കെ പാസ്സായി കഴിഞ്ഞപ്പോൾ നോർമലി പണിക്കൊന്നും പോവില്ല നോർമലി കൂലിപ്പണി കടയിൽ കയറൊന്നും ആ പഠിച്ച സ്റ്റാൻഡേർഡുള്ള പണി കിട്ടോളും തേരാപാര നാട്ടിൽ നടക്കും അത് കിട്ടുള്ളൂ അല്ലാത്തൊരു പണിക്ക് ഒരു കാര്യമില്ല എല്ലാവരും ഇപ്പൊ തന്നെ അപ്പൊ ഞാൻ അക്കൗണ്ടിങ് പഠിച്ചിന് ഒരു തേങ്ങയൊരു ഞാൻ ടാലി പഠിച്ചിന് PhD പഠിച്ചിന് അപ്പൊ പഠിച്ചൊക്കെ പഠിച്ചത് തന്നെ മറന്നു ഒന്നും അറിയില്ല വെറുതെ പിന്നെ പണി ചേർന്നിട്ടാണെങ്കിലോ അവർക്ക് കിട്ടുന്ന സാലറി വളരെ തുച്ഛം നേരെ മറിച്ച് സ്കൂളിൽ 8ാം ക്ലാസ്സിൽ തോറ്റി നിർത്തി പോയ ആൾക്കാർ ബാക്ക് ബെഞ്ചർ ആയിട്ടുള്ള ആള് പഠിച്ചാത്തോന് ജസ്റ്റ് അക്ഷരമാര് മാത്രമായിരുന്നു ബിസിനസ്മാൻ ആയിട്ട് വളർന്നു സാധു ചെക്കൻ നല്ല മനസ്സ് നല്ല നീറ്റായിട്ടുള്ള മനസ്സ് സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ആപ്പിൾ പോലെ നിസ്കാരം പെരക്കറി എല്ലാ സംഗതിയിലും സാരി ഉഷാറാണ് പക്ഷെ അന്ന് തീരെ പറ്റില്ല ആ പെണ്ണിന് ആ പെരക്കാരൊന്നും ഓരോരുത്തർക്കും ഓരോ താല്പര്യല്ലേ ഓനക്കല്ലേ വിരിച്ചുണ്ടാവും ഏതായാലും ഞങ്ങൾക്ക് പിടിച്ചില്ല ചങ്ങായിമാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് പിടിച്ചില്ല സാലിച്ച് കേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ അന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഞങ്ങൾ കൂടുണ്ട് മനസ്സിലായ കാര്യം പറഞ്ഞാണ് സംഗീതകളൊക്കെ കേട്ടോ എന്നാ നമ്മൾ ഫുഡ് കഴിക്കല്ലേ പിന്നെ ഇതേമാതിരത്തെ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടല്ലോ കൊക്കക്കോള പെപ്സി മറ്റേ അറിയില്ലാണ്ട് പറഞ്ഞാൽ ഇതൊക്കെ കുടിച്ചിക്കുകയാണെങ്കിൽ ഇത് ഓവർ ഷുഗർ ഉണ്ട് നോർമലി നമ്മൾ ഷുഗർ ഇട്ട് കുടിക്കുന്നതിന്റെ ഡബിളിന്റെ ഷുഗർ ഈ സാധനത്തിൽ വരുന്നുണ്ട് അല്ല ഈ കൊക്കക്കോളയിൽ വരുന്നുണ്ട് ഇത് ഷുഗർ കൂടുതലാണ് ഈ സാധനത്തിൽ അപ്പൊ ഇത് കുടിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഷുഗറും കാര്യങ്ങളും കൂടും അതേപോലെ തന്നെ മുടി കൊഴിച്ചിലിനൊക്കെ ഇത് നന്നായിട്ട് ബാധിക്കുന്ന ഒരു സംഗതിയാണ് ഇതൊക്കെ അപ്പോൾ മുടി കൊഴിച്ചിനെ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ചെയ്യേണ്ട മുടി കൊഴിച്ചിനെ കുറിച്ച് ഇതൊക്കെ നന്നായിട്ട് ബാധിക്കുന്ന ഒരു സംഗതി ഇതിങ്ങനെ കുടിക്കാൻ പാടില്ല ഞാനിപ്പോൾ കുടിച്ച് നോക്കണ്ട മോൻ കുടിച്ചിട്ടുണ്ടപ്പോൾ പൂതിയപ്പോൾ കുടിച്ചാണ് വേറൊന്നുമില്ല ഞാനും കുടിക്കരുത് ഞാനിങ്ങനെ എന്ത് ഇങ്ങനെ ചെയ്യാൻ നിൽക്കണ്ട എന്നാൽ ഫുഡ് കഴിക്കുക ഞങ്ങളുടെ ചപ്പാത്തി റെഡി എന്നാൽ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ അപ്പോൾ ഋഷാദാ ഞാൻ ഫുഡ് കഴിക്കാം ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞാൽ ഇനി ഫുഡ് കഴിക്കണ വീഡിയോ ഉണ്ടാവില്ല പിന്നെ നാളെ ഞങ്ങളെ ചെക്കൻ വരുന്നുണ്ട് അസീബ് വരുന്നുണ്ട് അപ്പോൾ നാളെ ഞങ്ങൾ ഫുള്ള് ഇവിടെ ജോലി ചെയ്യാറ് അപ്പോൾ എന്താ ഞങ്ങൾ വെറൈറ്റീസൊക്കെ ഉണ്ടാകും പല ജാതി ഇന്ന് ഇന്ത്യയിൽ ആരും ചെയ്യാത്ത തരത്തിലുള്ള പല വിഭവങ്ങളും ഞങ്ങളിവിടെ പരീക്ഷിച്ചുകൊണ്ടുണ്ടാകും നിങ്ങൾക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഗുഡ് നൈറ്റ് ഓക്കെ അപ്പോൾ ഗുഡ് നൈറ്റ് ഗേസ് അപ്പോൾ നാളെ കാണാം